ആകപ്പാടെ നാഴി ഒരു തേങ്ങയുണ്ട്. ഇതിന്റെ കണ്ണാക്കി പോവുകയും ചെയ്യണം. ആ ഒന്ന് പോവൂച്ച അവിടുന്ന്. ബഹളം കൂടില്ല. തേങ്ങ വീണോ? ദൈവമേ, ഞാൻ ചെല്ലില്ലേ അവളെ തോന്ന് എടുത്തോണ്ടു. ദൈവമേ, അവളെ എടുത്തോണ്ട് പോയോ എന്തോ. ഓ കല്ലിച്ചേ. എടി എന്റെ തേങ്ങ. നിന്റെ തേങ്ങ നിനക്ക് നാണുണ്ടോടി? അയ്യോ, നാണിക്കാതിരിക്കാനാ ഞാൻ തുണിയിട്ടോണ്ടിരിക്കുന്നേ. എടി ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണോടി. എന്റെ പറമ്പിൽ നിന്ന് തെങ്ങിന്ന് വീണ തേങ്ങ എന്താ നാണം ഉണ്ടായിട്ട് അടുങ്ങിയെടുത്ത്? എടി നിന്റെ പറമ്പിലായിരിക്കും തെങ്ങ്, പക്ഷെ തേങ്ങ വീണത് എന്റെ പറമ്പിലാ. നിന്റെ പറമ്പിൽ എന്തോ വീണാലും നീ എടുക്കുവോ? എന്റെ പറമ്പിൽ എന്തോ വീണാലും ഞാൻ എടുക്കും. എന്തോ വീണാലും നീ എടുക്കുവോ? എങ്ങോട്ടാക്കി എടുക്കും? ആ അത് പറ, ചുമ്മാതല്ലടി. ഇന്നലെ ഇതുവഴി പോയ രാജേഷ് ഉണ്ടല്ലോ, നിന്റെ പറ്റത്ത് തെന്നി വീണ്, പിന്നെ അവനെ കണ്ടില്ല. ഇറക്കി ഇതിന്റെ പെരക്കകത്ത്. ഒരുമാതിരി അപവാദം പറയില്ല കേട്ടോ. അങ്ങനെ കണ്ടവന്മാരെ പെരക്കകത്ത് പിടിച്ചേക്കുന്ന പാരമ്പര്യൊന്നും എന്റെ കുടുംബത്തില്ല. എടി നീ അല്ലേടി നിന്റെ നാക്ക് വെച്ച് ഇപ്പൊ തന്നെ പറഞ്ഞത് എന്റെ പറമ്പിൽ വീഴുന്ന എന്ത് ഞാൻ എടുക്കുമെന്ന്. എടി എന്തോ എടുക്കുന്ന പറഞ്ഞേ, വല്ല ചക്കയോ മാങ്ങയൊക്കെ വീടാൻ എടുക്കുമെന്നാ പറഞ്ഞേ. അതുകൊള്ള അതിപ്പോ പറയാനെന്തോ, നീ നിന്റെ വീട്ടിൽ നാട്ടുകാരെ പറ്റിച്ച ജീവിക്കുന്ന ഇവിടെ ആർക്കും അറിഞ്ഞൂടാത്തത്. ആണെങ്കിലേ കണക്കായി പോയി. നിനക്ക് നഷ്ടമൊന്നുമില്ല. നീ നിന്റെ കാര്യം നോക്കും. എന്തിനാടി നാട്ടുകാർ നിങ്ങളുണ്ടെന്ന് കരുതി ഞങ്ങൾക്ക് നാട്ടുകാർക്ക് കിടന്ന് കൊടുക്കണ്ടേടി? പല്ലിന്റെ ഇട കുത്തി മണപ്പിക്കാൻ അവസരം കൊടുക്കലേടി. അത് നിങ്ങൾ പല്ലിയാക്കാതെ ഇവിടെ ആരെങ്കിലും പറഞ്ഞു? പിന്നെ അല്ല എനിക്ക് എന്റെ പൊന്നു ചേച്ചി, ഒരു തേങ്ങയ്ക്ക് എത്ര രൂപ വില നിങ്ങൾക്ക് അറിയാവോ? എനിക്കറിയില്ല എത്രയാ ചേച്ചിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയില്ല. പോവണ്ണേ, നിങ്ങക്ക് എന്താ ഇപ്പൊ പ്രശ്നം? തേങ്ങയല്ലേ പക്ഷെ പിടിച്ചേ. നല്ല തേങ്ങയല്ലേ? നല്ല തേങ്ങയല്ലേ? ഇപ്പൊ ശരിയാക്കി തരേ. ശരി ശരി, അവിടെ വയ്ക്ക. തേങ്ങ ആദ്യം ആർക്ക് കിട്ടണോ അവർക്ക് എടുക്കാം. ഇങ്ങോട്ടല്ലേ വീണ്? എനിക്ക് തന്നെ കിട്ടും. എന്റെ തള്ള നിങ്ങൾ എങ്ങോട്ട് ഇറങ്ങിയ? ഞാൻ ഇവിടേക്കല്ലേ എറിഞ്ഞത്. ഇവരല്ലേ നമ്മുടെ തേങ്ങ കിണറ്റിലിട്ടെ. പിടിക്കുന്നേ. ഇത് നമുക്ക് കേട്ടില്ല. അയ്യോ, എന്ത് പണിയായതാ.